കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. എന്തിനാ സാറേ സംസാരിച്ച സമയം കളയുന്ന? ഞങ്ങളെ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാ. എനിക്ക് പറയാനുള്ളത്. ഓ, എനിക്കറിയാം. സാറിനി പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. പറഞ്ഞാലും ഒരു ഫലവും ഉണ്ടാവില്ല. ഈ കുട്ടിയുടെ സ്ഥാനത്ത് നിർത്തി ദാക്ഷാണിയമ്മ ഗംഗ ഒന്ന് കണ്ടു നോക്ക്. സ്വന്തം മോൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നിരുന്നെങ്കിൽ. ഇങ്ങനെ എഴുന്നള്ളിച്ചോണ്ട് നടക്കാനേ ദാക്ഷാണിയമ്മ രണ്ടാമത് ഒരു ജന്മം കൂടി ജനിക്കണം. ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. പറയാൻ എളുപ്പമാ, സ്വന്തം അനുഭവത്തിൽ വരുമ്പോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ 100 വട്ടം അങ്ങനെ ചെയ്യും സാറേ. പിഴച്ചുപോയ പെമ്മക്കളെയും കൊണ്ട് ഇങ്ങനെ ഭിക്ഷയാചിച്ച് നടക്കുന്നതിലും ഭേദം എന്തെങ്കിലും ചെയ്ത് ഇവിടെ ജീവനങ്ങ് അവസാനിപ്പിച്ചുകൂടെ? അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം നിന്നെ തൊട്ടു തീണ്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നല്ലോ. അല്ല, എന്റെ മോടെ സ്ഥാനത്ത് ഈ അസുരവിത്തിനെ കാണണമെന്നോ ചിന്തിക്കണമെന്നൊക്കെ സാറ് പറഞ്ഞല്ലോ. സാർ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടുന്നത്? സാറിന്റെ മോടെ സ്ഥാനത്ത് തന്നെ അങ്ങ് ചിന്തിച്ചാ പോരെ? അതല്ലേ എളുപ്പം. പിഴച്ച മോളെ സാർ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് നടക്കുവോ? കൊണ്ട് നടക്കുന്ന പോട്ടെ, ജീവനോടെ വെച്ചേക്കോ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തായ കാണാൻ എന്ത് രസവാ എന്ന് പറഞ്ഞ പോലെ സാറിന്റെ കാര്യം. സ്വന്തം മോളല്ലല്ലോ, ഒത്താലൊക്കട്ടെ, അങ്ങനെയല്ലേ സാറിന്റെ മനസ്സില്? ഒരിക്കലും അങ്ങനെയല്ല. ഇവക്കൊരു തെറ്റു പറ്റിപ്പോയി. മനുഷ്യരായാൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതൊക്കെ മുട്ടാപ്പോക്കിന് പറയുന്നല്ലേ സാറേ? ഇതേ നിൽക്കുന്ന രണ്ടെണ്ണം. ഒരുത്തിയും കൂടെ ഉണ്ട്. ഒന്നിനും ഒരു തെറ്റും പറ്റിയിട്ടില്ല, പറ്റത്തുമില്ല. ഉറപ്പിച്ചു തന്നെ എനിക്ക് പറയാൻ കഴിയും. എന്താ കാരണം? അവരെ ഞാൻ അങ്ങനെയാ വളർത്തിയത്. വിദ്യാഭ്യാസമൊക്കെ കുറവാണ്. എന്നിട്ടും തെറ്റും ശരിയും തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇവർക്ക് അതിന് കഴിഞ്ഞു. വിവരമില്ലേ? വിദ്യാഭ്യാസമില്ലേ? തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള പ്രായമില്ലേ? പിന്നെ എന്തുകൊണ്ടാ ഇങ്ങനെ പറ്റിയേ? ആവശ്യത്തിലേറെ എല്ലാം ഉണ്ടായതിന്റെ അഹങ്കാരം, തന്തയും തള്ളയെ അവഗണിച്ചതിന്റെ തിരിച്ചടി. സാറിനറിയോ, എന്റെ മക്കൾക്ക് അവരാഗ്രഹിച്ചതുപോലെ നല്ലൊരു തുണി വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിന്? നല്ല രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും മനഃപൂർവ്വമല്ലെന്ന് എന്റെ മക്കൾക്കറിയാം. എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങൾ ഉണ്ടെന്നും എന്റെ മക്കൾക്കറിയാം. ഒരു നോട്ടം കൊണ്ട് പോലും ഇന്ന് വരെ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. സാറിന്റെ മോൾ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? എന്താ അങ്ങനെ ചെയ്യാത്ത? തന്തയോടും തള്ളയോടും അവർക്ക് സ്നേഹമുള്ളതുകൊണ്ട്, മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ ജീവിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളതുകൊണ്ട്. ഈ അഴിഞ്ഞാട്ടക്കാരിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നോ? മതിയമ്മേ, നിർത്ത്. പോത്തിനോട് വേദോതിട്ട് വല്ല കാര്യമുണ്ട്? അമ്മയുടെ വായിൽ വെള്ളം പറ്റുന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. അമ്മ ഇങ്ങോട്ട് വന്നേ. വാമ്മ ഇങ്ങോട്ട്.
ഈ പാഴ്ജന്മത്തിനെ ചുമന്നുകൊണ്ട് നിൽക്കാതെ സാർ പോവാൻ നോക്ക്. കേറി പോടി, ഇവിടുത്തെ കാഴ്ച ഒന്നും കാണണ്ട. ഇങ്ങോട്ട് വരാൻ നടക്കാം. അമ്മ ഗംഗ, നടക്കടി. ഈ പാവം അമ്മ വിളിക്കേ. ഗംഗേ, അയ്യോ ഒന്ന് വിളിക്കമ്മേ. നിന്നോട് നടക്കാനല്ലേ പാവം വിളിക്കമ്മേ. അയ്യോ ഗംഗേ. അമ്മ, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. നമ്മളിവിടെ നിന്നാലേ ആ വാര്യർ സാർ ആ പെണ്ണോട് ഇവിടെ കയറി കുട്ടിയടിച്ച് നിൽക്കും. അവളവിടെ നിക്കത്തില്ല. അതുപോലെയല്ല വാര്യർ സാറ്, അയാൾക്ക് ഇത്തിരി വിവരമുണ്ട്. നിന്നിട്ട് കാര്യമില്ലെന്നേ വാര്യർ സാറിന് മനസ്സിലായിട്ടുണ്ട്. അമ്മ എന്താ ഈ തപ്പുന്നത്? വണ്ടിക്കൂലിക്ക് കാശ് വേണ്ടേ? ഇത് തികയുമോ എന്തോ. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോടി? എന്റെ കയ്യിൽ നിന്ന് എവിടെ നിന്ന് അമ്മ അറിയാത്ത പൈസ? അല്ല, കടം കൊടുത്തതൊക്കെ കിട്ടിയെന്നാണല്ലോ ഇന്നലെ പവിത്രം പറഞ്ഞേ. അതിൽ നിന്ന് എന്തെങ്കിലും നിന്റെ തന്നു കാണുമെന്ന് കരുതി. നല്ല കാലത്ത് തന്നിട്ടില്ല, പിന്നെ ഇപ്പോഴും. അതെ, ഇന്നലെ പവിത്രം പറഞ്ഞത് ഞാൻ അത്ര വിശ്വസിച്ചിട്ടില്ല. ഒന്നുകിൽ ആരോടെങ്കിലും കടം വാങ്ങി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരികട പരിപാടി കാണിച്ചോ ഉണ്ടാക്കിയതാ. നീ ഒന്നും കൂടെ ഒന്ന് ചോദിച്ചു നോക്കി. ഇന്ന് രാവിലെ വീണ്ടും ചോദിച്ചതാ അമ്മേ. കടം കൊടുത്തത് കിട്ടിയെന്ന് തന്നെ അപ്പോഴും പറഞ്ഞത്. അല്ല, അവളെന്തേ? അമ്മ ഒന്ന് വിളിച്ചേ, ചിലപ്പോ ആ ഗംഗയുടെ അടുത്ത് പോയി കാണും. സുമേ, സുമേ. ദാ വരുന്നു. ആ, ആളിവിടെ തന്നെയുണ്ട്. പവിത്രം കവലെ കാണുമല്ലോ അല്ലേ? അവിടെ നിൽക്കുമെന്നാ എന്നോട് പറഞ്ഞത്. എന്തിനാ അമ്മ വിളിച്ചത്? നീ അപേക്ഷ എഴുതിയൊക്കെ എടുത്തോ? അതൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്നാ പിന്നെ ഇറങ്ങാം. അമ്മ ഒരു മിനിറ്റ്. എന്റെ പൊന്നെ, മതി ചേച്ചി ഒരുങ്ങിയത്. കളക്ടറെ കണ്ട് കാര്യം പറയാനാ പോകുന്നത്. അതിന് ഇത്രയൊക്കെ ഒരുങ്ങേണ്ട കാര്യമില്ല. എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടായാലും പട്ടിണിയാണെങ്കിലും പട്ടുസാരി ഉടുക്കണമെന്നാ ഇപ്പോഴത്തെ നിയമം. അങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ടോ? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? സീരിയലിലെ പെണ്ണുങ്ങളുടെ കാര്യമായി പറയുന്നത്. ആണോടി? ഇവളുമാരുടെയൊക്കെ തൊലിക്കെട്ടി ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. തുണി കഴുകുമ്പോഴും തൂത്തുവാരുമ്പോഴും പട്ടുസാരി, ഉറങ്ങി എഴുന്നേക്കുന്നത് വരെ പട്ടുസാരിയും 10 കിലോ ആഭരണങ്ങളും അണിഞ്ഞോണ്ടാ. എടി, അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നതാ, അല്ലെങ്കിൽ ചാനലുകാര് സമ്മതിക്കത്തൊന്നുമില്ല. ചേച്ചിയുടെ ആരാ ഇതൊക്കെ പറഞ്ഞത്? പൂമരത്തിലെ തുഷാര. എപ്പോ പറഞ്ഞു? ഒരു ദിവസം അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടതാ. അവളുമാരുടെ കാര്യം പറഞ്ഞോണ്ട് നിൽക്കാതെ ഇറങ്ങാൻ നോക്ക്. അവര് പോയെന്ന് ചെന്ന് നോക്കിയേ. ചെന്ന് നോക്കൊന്നും വേണ്ട, അവര് പോയി കാണും. അഥവാ പോയില്ലെങ്കിൽ അവരവിടെ നിന്നോട്ടെ. വാതിലും പൂട്ടി നമുക്കങ്ങ് പോ. കണ്ട പാവം നടിക്കണ്ട, വിളിച്ചാലും നിൽക്കണ്ട. ഞാനും അമ്മയങ്ങ് പോവും. ഇവളാ അനുകമ്പക്കാരി. ആ നശിച്ചവളോട് എന്തെങ്കിലും മിണ്ടയോ പറയോ ചെയ്താ അവിടെ ഇട്ട് നിന്നെ ഞാൻ ചവിട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട, വായിങ്ങോട്ട്. സമാധാനായല്ലോ ഇപ്പൊ? ഞാനേ ഉള്ള കാര്യേ പറഞ്ഞു. കഷ്ടം. ഓ കുഷ്ടം, ഇങ്ങനൊരു സാധനം. സാറെന്തിനാ ഇവിടെ നിൽക്കുന്നത്? പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ദാക്ഷായണിയമ്മ പറയുന്നതൊക്കെ അക്ഷരം പ്രതി ശരിയാ. ആണല്ലോ, സാറിനത് ബോധ്യായേ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അപേക്ഷിക്കാനാ. തെറ്റ് ചെയ്യുന്നവരോട് പൊറുക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നതാ മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വം. വലിയ മനസ്സുള്ളവർക്കേ അത് കഴിയൂ. എന്റെ മനസ്സിന് വലിപ്പം കുറച്ച് കുറവാ, പാവങ്ങളാ, അതുകൊണ്ടാ. സാറിന്റെ മനസ്സിന് വലിപ്പം കൂടുതലുണ്ടെങ്കിൽ അവളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കേ. എനിക്കതിന് യാതൊരു മടിയുമില്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. പക്ഷേ അങ്ങനെ ചെയ്താൽ ഗംഗയ്ക്കൊരു ജീവിതം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിന് അർഹതയുള്ളവരുടെ കൂടെ നിന്നാലല്ലേ പറ്റൂ. പറഞ്ഞത് എനിക്കങ്ങ് മനസ്സിലായില്ല. ഗംഗ താമസിക്കേണ്ടത് ഇവിടെയാണെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും സാറിന് മനസ്സിലായില്ലല്ലേ? അമ്മേ, സാറിന് ദേഷ്യമൊന്നും തോന്നരുത്. അമ്മയുടെ മനസ്സ് മാറില്ല, വെറുതെ സംസാരിക്കാവുന്നതേ ഉള്ളൂ. നീ അങ്ങോട്ട് മാറില്ലടി. എന്തിനാ ഇങ്ങനെ താണു വീണ് അപേക്ഷിക്കുന്ന? സാറേ, മലയാളത്തിലാ ഞാൻ ഇതുവരെ പറഞ്ഞ. ഇംഗ്ലീഷിൽ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയാം, മുല്ലമറ്റത്തെ ആ വഴിപിഴച്ച സന്തതിയെ ഈ വീടിന്റെ അകത്തേക്ക് കയറ്റുകയോ ഇവിടെ നിർത്തി സംരക്ഷിക്കുകയോ ചെയ്യുമെന്ന് സാറ് വിചാരിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ വാക്കിന് മാറ്റം ഉണ്ടാവില്ല. സാറേ, സാറങ്ങോട്ട് മാറിയേ. ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയതാ. ഞാൻ ഇറങ്ങാം. ദാക്ഷായണിയമ്മേ, ഒന്നുകൂടി മനസ്സിരുത്തി ഒന്ന് ആലോചിക്കണം.
തെറ്റു പറ്റിപ്പോയി, സമ്മതിച്ചു. വകതിരിവില്ലാത്ത പ്രായത്തില് അങ്ങനെയൊക്കെ സംഭവിക്കാം. തിരുത്താൻ പറ്റാത്ത തെറ്റാ ചെയ്തത്. നമ്മള് പ്രായമായവരല്ലേ അതിന് പരിഹാരം കാണേണ്ടത്. അതെ, ഒരു കാര്യം ചെയ്യും, പരിഹാരം സാറ് തന്നെ അങ്ങെടുത്തു. എനിക്ക് ഒരു പരാതിയില്ല. പക്ഷേ ഇവളെ ഈ വീട്ടിനകത്തേക്ക് കയറ്റിയുള്ള ഒരു പരിഹാരം മാത്രം നടക്കില്ല. അത് നടക്കില്ല. മറ്റെന്ത് പരിഹാരമാ ഞാൻ കാണേണ്ടത്? അതിന് ഞങ്ങളോട് എന്തിനാ ചോദിക്കണേ? സാറിന് ഇഷ്ടമുള്ള പരിഹാരം കണ്ടോ, അമ്മ പറഞ്ഞതൊഴിച്ച്? അല്ല സാറേ, സത്യത്തെ ഈ കൊച്ചു സാറിന്റെ ആരാ? അത് ദാക്ഷായണിയമ്മയ്ക്ക് അറിയില്ലേ? അറിയാം. എന്റെ അറിവ് ശരിയാണോന്നില്ലല്ലോ. മറയില്ലാതെ ഞാനങ്ങ് ചോദിക്കുക, ഗംഗ സാറിന്റെ മോളാണോ? ദാക്ഷായണിയമ്മേ, അമ്മേ, അമ്മ എന്തൊക്കെയാ ഈ ചോദിക്കുന്നേ? നീ മിണ്ടായിരിക്കടി. ഇതല്ലേ ഇതിന്റെ അപ്പുറം ചോദിക്കും. അതെ, അമ്മയെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. സാർ അവളെയും കൊണ്ട് നടക്കുന്നത് കൊണ്ടാ ഞാനിങ്ങനെ ചോദിച്ചത്. അയൽവക്കക്കാരാണെങ്കിലും ഇങ്ങനെയുണ്ടോ ഒരു താല്പര്യം? മനുഷ്യത്വം അതെനിക്ക് കൈമോശം വന്നിട്ടില്ല. മനസ്സിലതുള്ളത് കൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ ദുഃഖം അറിയാൻ കഴിയുന്നത്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ എന്നെ കൊണ്ടാവില്ല. സാർ ഇപ്പൊ പറഞ്ഞ ആ സാധനം ഇവളുടെ ബന്ധുക്കളായിട്ടുള്ളവരുടെ കയ്യിലും കാണുമല്ലോ. എന്നിട്ട് അവരാരും എന്താ അവിടെ അടുത്തോട്ട് ചെല്ലാത്തെ? തള്ളയുടെ കാര്യം പോട്ടെ, സ്ഥിരബുദ്ധിയില്ലാത്ത അവസ്ഥ. ചേച്ചി ഒരുത്തി ഉണ്ടല്ലോ. അവരുടെ ഭർത്താവില്ലേ, അവരുടെ അച്ഛനും അമ്മയില്ലേ? ഇവളെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കല്ലേ ഉള്ളത്? അവരാരും എന്താ ഇവിടെ തിരിഞ്ഞു നോക്കാത്തെ? അയൽപക്കക്കാരുടെ സ്നേഹവും മനുഷ്യത്വമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയില്ലേ. അതിനപ്പുറത്തേക്ക് കടന്നു എന്ന് ഈ വയ്യാവേലി സാർ എന്തിനാ എടുത്ത് തലേ വെച്ചേക്കുന്നത്? അതിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാലേ എന്റെ നിലപാട് ഞാനും പറഞ്ഞു കഴിഞ്ഞു. ഈ സംസാരം എങ്ങും എത്തില്ല. സാറ് കരുതുന്നത് പോലെ ഗംഗയെ ഇവിടെ നിർത്താന്നുള്ള ഉദ്ദേശം നടക്കില്ല. അമ്മയുടെ സ്വഭാവം സാറിന് അറിയാൻ വയ്യഞ്ഞിട്ടാ. എന്റെ സ്വഭാവം നിങ്ങൾക്കും അറിയില്ല. രണ്ടിലൊന്നും അറിയാൻ തന്നെയാ ഗംഗയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിലൊരു തീരുമാനം ഉടൻ ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. സാറെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോ രണ്ടിലൊന്ന് അറിയണമെന്നാണോ സാറിന്റെ തീരുമാനം? അതെ. എങ്കിലേ തീരുമാനം ഞാൻ പറയാം. മുല്ലമുറ്റത്തെ മാധവൻ മാഷുടെ സന്തതി എന്ന് പറയുന്ന ഈ ഗംഗയെ ഈ ജന്മത്ത് ഞാൻ ഈ വീട്ടിൽ കേട്ടില്ല. അമ്മയുടെ തീരുമാനം അറിഞ്ഞല്ലോ, ഇനി സാറ് പോയാട്ടെ. അങ്ങനെ പോകാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിന് വേണമെങ്കിൽ ഇവിടെ താമസിച്ചോ, എനിക്കതിന് ഒരു വിരോധവും ഇല്ല. ഞാനല്ല, ഗംഗയാ ഇവിടെ താമസിക്കാൻ പോകുന്നത്. ഈ വീടിന്റെ മുറ്റത്ത് കുടില് കെട്ടി ഇവൾ ഇവിടെ സത്യാഗ്രഹം ഇരിക്കും. ഓ, എന്നിട്ട് സാറ് കൂട്ടിരിക്കുമായിരിക്കും. അയ്യോ, അതൊന്നും നടക്കത്തില്ല സാറേ. ഇതെന്നാ വെള്ളരിക്ക പട്ടണമാണോ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. ഇവിടെ ചോദിക്കാനും പറയാനും ഉത്തരവാദിത്വപ്പെട്ടവരുണ്ടോ എന്ന് എനിക്കും ഒന്നറിയണം. ആരെന്ത് ചോദിക്കാനാ സാറേ? ആർക്കും ഒന്നും ചോദിക്കാൻ കാണില്ല. ചോദിക്കാനുള്ളവർ ഇങ്ങോട്ട് വരട്ടെ. ആർക്കും ഒന്നും ചോദിക്കാനില്ലെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ മകൻ നിമിത്തമാ ആ കുട്ടി ഇപ്പൊ വഴിയാധാരമായിരിക്കുന്നേ. അത് നിഷേധിക്കാമോ നിങ്ങൾക്ക്? ഞാൻ നിഷേധിക്കും. എന്റെ മോൻ നിമിത്തമാ അവള് പെരുവഴിയിലോ നാഷണൽ ഹൈവേയിലോ ആയതിനെന്ന് എന്താ തെളിവ്? തെളിവെടുക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവർ വരുമ്പോ അതൊക്കെ താനേ തെളിഞ്ഞെന്ന് വരും. ഗംഗ ഒരു പരാതി എഴുതി പോലീസിലും വനിതാ കമ്മീഷനിലും കൊടുത്താല് എന്താ സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയോ? SI ബാഹുലേൻ ഇങ്ങോട്ട് വന്നാലേ ഇവിടെ ഒരു കുരുതിക്കളമാവും. അതിലേക്കൊന്നും എന്നെയും ഗംഗയും നിങ്ങൾ വലിച്ചഴക്കരുത്. സാറിന് വലിച്ചഴക്കോ വലിയാതെ ഇഴയ്ക്കോ ചെയ്യാം. അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഇങ്ങനെയുള്ള ഉമ്മാക്കി കാണിച്ച് അയ്യോ ഞങ്ങളെ പേടിപ്പിക്കല്ലേ സാറേ. ഇതൊന്നും കണ്ട് ഞങ്ങൾ പേടിക്കുന്നവരല്ല. വനിതാ കമ്മീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? അമ്മ ഒരു മിനിറ്റ്, ഞാൻ പറയാം. മാറങ്ങോട്ട്. ഞങ്ങൾ എന്ത് ധരിച്ചു വെച്ചാലും കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണല്ലോ അവിടെ ഉള്ളവരും. അല്ലാതെ മാനത്ത് നിന്ന് പൊട്ടി വീഴുന്നൊന്നുമല്ലല്ലോ. ചോദിക്കാനും പറയാനും ഒക്കെ ഈ കമ്മീഷൻകാർ ഇങ്ങോട്ട് എഴുന്നള്ളുന്നതിന് മുമ്പ് ഞങ്ങൾ സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. അതിന് സാറ് മറുപടി പറയാമെങ്കിൽ സാറ് തന്നെ ഈ മുറ്റത്ത് നിൽക്കുന്നവളെ പിടിച്ച് ഈ വീട്ടിനകത്തേക്ക് കയറ്റിക്കോ. ഒരക്ഷരം എതിർത്ത് ഞാൻ പറയില്ല. നിങ്ങൾ മുട്ടാപ്പോക്ക് ചോദ്യങ്ങളാ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. കേക്കണോന്നേ? അത് കേട്ട് മറുപടി പറയാതെ സാർ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. എന്താ ഭീഷണിയാണോ? സാറിന് ഭീഷണിപ്പെടുത്താമെങ്കിൽ ഞങ്ങൾക്ക് എന്താ അതിന് പറ്റൂലേ? ആദ്യത്തെ ചോദ്യം,
എന്റെ മകൻ മുല്ലമറ്റത്തെ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാ താലി കെട്ടിയിട്ടുണ്ടോന്ന്? അതെ. അവര് തമ്മിൽ രജിസ്റ്റർ മാരേജ് ചെയ്തതിന് എന്തെങ്കിലും തെളിവുണ്ടോ? കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ മറുപടി പറ സാറേ. അതുപോട്ടെ, എന്റെ മോനും ഈ പെണ്ണും തമ്മിൽ ഇഷ്ടമായിരുന്നെങ്കിൽ വീട്ടുകാരെന്തിനാ ഇവൾക്ക് മറ്റൊരു കല്യാണം ഉറപ്പിച്ചത്? അതൊക്കെ പോട്ടെ, കല്യാണത്തിന്റെ തലേന്ന് വീട്ടുകാരെ കൂട്ടത്തോടെ ചതിച്ചിട്ട്. വീട്ടുകാരെ മാത്രമാണോ അമ്മേ? ചെറുക്കൻ കൂട്ടുകാരെ, അവരെ വീട്ടുകാരെ, നാട്ടുകാരെ മുഴുവനല്ലേ ചതിച്ചത്? അങ്ങനെയൊക്കെ കൂട്ടച്ചതി നടത്തിയിട്ട് വീട്ടിൽ നിന്ന് നേരെ ചാടി പോന്നവള് എങ്ങോട്ടാ നേരെ പോകേണ്ടത്? ഇങ്ങനെ നിന്ന് വേർക്കാതെ മറുപടി പറ സാറേ. സ്നേഹിച്ചെന്ന് പറയുന്നവന്റെ വീട്ടിലേക്കാ നേരെ വരേണ്ടത്. എന്നിട്ട് ഇവളിവിടെ വന്നോ? ഇല്ല. അതെ, അവനും അവളും കൂടെ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഗൾഫിലേക്ക് പോയ എന്റെ മകൻ ഇന്ന് വരെ ഇവളെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവൾ അവനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. സാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വനിതാ കമ്മീഷനോടും പോലീസിനോടും ഇത്രയും ചോദ്യങ്ങള് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും. മറുപടി പറയാതെ സാറ് വീഴ്ച നിന്ന പോലെ അവര് വീഴ്ച നിൽക്കും. അതേ സംഭവിക്കൂ. എന്റെ മോനും ഈ പെണ്ണും തമ്മിൽ അത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കിൽ വീട്ടുകാർ ഉറപ്പിച്ച കല്യാണത്തിന് ഇവൾ എതിർപ്പ് പറയില്ലായിരുന്നോ? തീർച്ചയായിട്ടും പറയും. അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയത്തിന് മുമ്പ് തന്നെ ഇവള് വീട്ടിൽ നിന്ന് ചാടിപ്പോയില്ലായിരുന്നോ? ഉറപ്പായിട്ടും. ഇവിടെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്റെ മോൻ ഇവളോട് അസ്ഥി പിടിച്ച പ്രേമമായിരുന്നെങ്കിൽ ഇവിടെ കല്യാണത്തിന്റെ അന്ന് തന്നെ അവൻ ഗൾഫിൽ പോവായിരുന്നു? ഒരിക്കലും പോകില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ സാറേ? ഗിരിയും ഗംഗയും തമ്മിൽ പ്രേമം ഇല്ലായിരുന്നു. അത്രയോ? അല്ല, പ്രേമത്തിലല്ലായിരുന്നെങ്കിൽ ഗംഗ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? അതിനുത്തരം നിങ്ങൾ പറ. അല്ല, ദാക്ഷായണിയമ്മയ്ക്ക് എന്താ നാവിറങ്ങിപ്പോയത്? ഗംഗയും സോളമനും തമ്മിൽ പ്രേമത്തിലായിട്ടാണോ ഇവള് സോളമന്റെ വീട്ടിലേക്ക് പോയത്, അവനോടൊപ്പം അവിടെ കഴിഞ്ഞത്? എന്താ സാറിന്റെ നാവിറങ്ങിപ്പോയോ? അതിന്റെ ഉത്തരം പറ സാറേ. വീട്ടിൽ നിന്ന് ചാടിപ്പോയ ഇവള് ഊരു ചുറ്റി നടന്നിട്ട് ഒടുവിൽ ഇവിടെ തിരിച്ചു വന്നു. അങ്ങനല്ലമ്മേ. എന്നാ പിന്നെ നിനക്കറിയാവുന്നാലും പറ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഗംഗ നേരെ കാമുകന്റെ അടുത്ത് ചെന്നു. അതാരാ? അതവക്കല്ലേ അറിയൂ. എന്നിട്ടെന്താ, അവൻ കൈ ഒഴിഞ്ഞു. അങ്ങനെയാണെങ്കിലേ ഗംഗ എന്തിനാ സോളമനപ്പ ഇവിടെ വന്നത്? കല്യാണ ദിവസം ഒളിച്ചോടി മാനക്കേടുണ്ടാക്കിയ പെണ്ണിനെ വീട്ടിലേക്ക് തിരികെ കയറി ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. കാമുകൻ എന്ന് പറയുന്നവൻ കൈ മലർത്തി കാണിച്ചപ്പോ അവന്റെ കൂടെ കഴിയാൻ പറ്റുമോ? അതും പറ്റില്ല. എങ്ങും ആശ്രയമില്ലാതായപ്പോ കോളേജ് വെച്ചുള്ള പരിചയത്തിന്റെ പേരിൽ ഗിരിയുടെ വീട് തേടി പിടിച്ച് അവൾ ഇങ്ങോട്ട് പോന്നു. പിന്നെന്തിനാ നിങ്ങൾ ഗംഗ ഇവിടുന്ന് അടിച്ചിറക്കിയത്? ഒരു ദിവസം താമസിപ്പിക്കാമായിരുന്നില്ലേ? അതല്ലേ രസം. ഗിരി സ്ഥലത്തില്ലെന്നറിഞ്ഞപ്പോ ഗംഗ ഒരു അടവെടുത്തു. ഗിരിയുമായി പ്രേമത്തിലാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അപ്പോഴാ അമ്മ അവളെ അടിച്ചിറക്കിയത്, അല്ലേ അമ്മേ? അതെ അതെ. നിങ്ങൾ പറഞ്ഞതൊക്കെ സമ്മതിച്ചു. എന്നാലേ സാറ് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയാട്ടെ. ഇറങ്ങാം. അതിനു മുമ്പ് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഗംഗയ്ക്കും ഗിരിക്കും തമ്മിൽ പ്രേമമില്ലെങ്കിൽ ദാക്ഷായണിയമ്മ എന്തിനാ അവിടെ വന്നിട്ട് ഗംഗ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അതിന്റെ കാരണക്കാരി ഇവള് തന്നെയാ. ബാഹുലയൻ സാറിന്റെ വീട്ടിലെ ഇവള് നരകയാതന അനുഭവിക്കായിരുന്നല്ലോ. അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണാതിരുന്നപ്പോഴാ ഗൾഫിലേക്ക് പോയ ഗിരിയുടെ ഒരു വിവരവും ഇല്ലെന്ന് ഗംഗ അറിയുന്നത്. ഗംഗ സുമത്തിനെ വിളിച്ചിട്ട് ഗിരി അവനെ വിളിക്കുന്നുണ്ടെന്ന് കളവ് പറഞ്ഞു. എന്റെ മോനോടൊന്ന് സംസാരിക്കാലോ എന്ന് കരുതിയ ഞാൻ ഇവളെ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷെ അതിനകം ഗംഗയും ഗിരിയും തമ്മിൽ പ്രേമത്തിലാണെന്നുള്ള കാര്യം അവിടെ എല്ലാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അയ്യോ ഞങ്ങളാരും അറിഞ്ഞില്ല സാറേ. അങ്ങനെ ആയിക്കോട്ടെ. ഗൾഫിലേക്ക് പോയ ഗിരി പിന്നെ നിങ്ങളെ വിളിക്കാതിരിക്കാൻ കാരണം എന്താ? അവൻ ഇവിടെ കറങ്ങി അടിച്ച് നടക്കാനല്ലായിരുന്നോ താല്പര്യം? അങ്ങനെ നടന്ന കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന രണ്ട് അനിയത്തിമാരുടെയും സ്ത്രീധന കാശിന് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്ന ഇവളുടെയും ഭാവി എന്താകും? പെങ്ങന്മാരുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് അവന്റെ കടമയല്ലേ? ഒട്ടും ഇഷ്ടമല്ല അഞ്ഞിട്ടും അവനെ ഗൾഫിലേക്ക് വിട്ടതിന്റെ ദേഷ്യം കൊണ്ടാ അവൻ ഞങ്ങളെ വിളിക്കാത്ത.
അതിന്റെ പേരിൽ ഗംഗ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പരിചയത്തിന്റെ പേരിൽ വിളിച്ചതാണെന്ന് ഞങ്ങൾ അങ്ങ് ധരിച്ചു. അങ്ങനെയാണെങ്കിൽ സോളമനെയല്ലേ ഗിരി വിളിക്കേണ്ടത്? അവർ തമ്മിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നല്ലോ. സോളമനോട് ഗിരിക്ക് ദേഷ്യമുണ്ട്. അതെന്തിനാ? വീടിന്റെയും പെങ്ങന്മാരുടെയും കാര്യം പറഞ്ഞ് ഗിരിയെ ഗൾഫിലേക്ക് വിടാൻ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചതും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയതും സോളമനാണ്. ആ ദേഷ്യം ഉള്ളതുകൊണ്ടാ സോളമനെ ഗിരി വിളിക്കാത്തത്. സമ്മതിച്ചു. എങ്കിൽ പിന്നെ സാർ അങ്ങ് ഇറങ്ങിയാട്ടെ, ഞങ്ങൾക്ക് പോണം. ഇറങ്ങാം. പക്ഷെ എനിക്ക് ഇനിയും സംശയങ്ങളുണ്ട്. അതെന്തോന്ന്? ഞാനൊരു 5 ലക്ഷം രൂപ ഇവിടെ കൊണ്ട് തന്നിരുന്നല്ലോ. തന്നു. ഗംഗയ്ക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലെങ്കിലേ ആ പണം എന്തിനാ നിങ്ങൾ വാങ്ങിയത്? ആ പണം സാർ ആരുടെ കയ്യിലാ കൊടുത്തേ? ഗംഗയുടെ കയ്യിൽ. ഞങ്ങളെയാണോ ഏൽപ്പിച്ചേ? അല്ല, പക്ഷേ ഗംഗ അത് ദാക്ഷായണിയമ്മയുടെ കയ്യിലാണല്ലോ തന്നത്. അതെ. പിന്നെന്തിനാ നിങ്ങളാ പണം വാങ്ങിയത്? പണം സൂക്ഷിച്ചു വെക്കാനേ എൻ്റെ കയ്യിൽ തന്നു. ഞാനത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. നമ്മൾ അതിൽ നിന്ന് ഒരു ന്യായ പൈസ എടുത്ത് ചെലവാക്കിയോ? ഇല്ല. എന്താ ചെലവാക്കാത്തെ? സൂക്ഷിക്കാൻ തന്ന മുതല് സ്വന്തമല്ലാത്തോണ്ട്. ഗംഗ ഇവിടുന്ന് പോയപ്പോ 5 ലക്ഷം രൂപ കൊടുത്ത് വിടുകയും ചെയ്യും. ഇപ്പൊ സാറിന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായല്ലോ. ഗംഗ ഇവിടുന്ന് പോവുകയല്ലായിരുന്നല്ലോ, അടിച്ചിറക്കുകയായിരുന്നില്ലേ? അതെ. ഗംഗയും ഗിരിയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് മനസ്സിലായപ്പോ കള്ളം പറഞ്ഞ് ഞങ്ങളെ കളിപ്പിച്ചവരോട് ഇറങ്ങി പോവാൻ പോകുന്നില്ല എന്ന് കണ്ടപ്പോ അടിച്ചിറക്കി. അതിലെന്താ തെറ്റ്? ഞങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് വളരെ പാടുപെട്ട. അതിന്റെ കൂടെ ഇവളെ കൂടെ താങ്ങാനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ടാ ചവിട്ടി ഇറക്കിയത്. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ, രമേശൻ എന്റെ മകനാണെങ്കിൽ, ദൈവത്തിനാണ് ഈ നാശത്തിനെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്റെ ഭർത്താവാണെങ്കിൽ, നീ പ്രസവിച്ച രമേശന്റെ അച്ഛനാണെങ്കിൽ ഗംഗ ഇവിടെ താമസിച്ചിരിക്കും. ഒരു കാള് പോയിട്ടൊരു മിസ്ഡ് കാള് പോലും ഇല്ല. ഇനി ഒരിക്കലും ഗിരി വിളിക്കാനും പോകുന്നില്ല. ആളുണ്ടെങ്കിലല്ലേ വിളിക്കാൻ പറ്റൂ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുമുപുവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുമുപുവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.